ന്യൂസിലേക്ക് സ്വാഗതം. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടും ചേലക്കരയും വിധിയെഴുതി കഴിയുമ്പോൾ പ്രതീക്ഷിച്ച ആവേശം പോളിംഗ് ശതമാനത്തിൽ കാണുന്നില്ല. 5 ലക്ഷം ഭൂരിപക്ഷം പ്രതീക്ഷിച്ച പ്രിയങ്ക ഗാന്ധിക്ക് പക്ഷേ വയനാട്ടിൽ ഒരു ചലനവും ഉണ്ടാക്കാനായില്ല എന്ന് വേണം പോളിംഗ് ശതമാനത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. 2 തവണ രാഷ്ട്രീയ അഭയം നൽകിയ മണ്ഡലത്തെ ഉത്തരേന്ത്യയിൽ ഒന്ന് കാലുറപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഉപേക്ഷിച്ചു പോയ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി കൂടിയാകണം ഇന്നോളം UDF-നൊപ്പം നിന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് കണക്കുകൾ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPI-നെ അടിക്കാൻ EP ജയരാജനിലൂടെ കഥ മെനഞ്ഞവർക്ക് പക്ഷേ തിരക്കഥയിലെ പൊരുത്തക്കേടുകൾ മുൻകൂട്ടി കാണാനുമായില്ല. എങ്കിലും ഒരു പകൽ മുഴുവൻ പൂർത്തീകരിക്കാത്ത ആത്മകഥ ആഘോഷിച്ചവർ ചേലക്കരയിൽ ഇന്നലെ പിടികൂടിയ പണം മുഹമ്മദ് റിയാസിന്റേതാണെന്ന് പറയാൻ ഉപദേശിക്കുന്ന PV അൻവറിന്റെ സഹായിയൂട്ട് കണ്ടതുമില്ല. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: CK ശശീന്ദ്രൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയ കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ CK ശശീന്ദ്രനിലേക്ക്. ശ്രീ CK ശശീന്ദ്രൻ, പോളിംഗ് കണക്കുകൾ അന്തിമമായി നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും ഏറെക്കുറെ അവസാനത്തെ കണക്കുകളുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉള്ള കണക്കുകളിലേക്ക് എത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിലെ സാഹചര്യം അത് എടുത്തു പറയേണ്ടതാണ്. വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടാകും വയനാട്ടിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ കണ്ട ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള വിലയിരുത്തൽ. ചേലക്കരയിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ചെറിയ കുറവ് കാണാനാകുന്നുണ്ട് ഈ മണിക്കൂറിൽ. നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് പൊതുവിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് വേണോ വിശേഷിച്ചും വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്? വയനാട്ടിൽ ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ഷനാണിത്. അതിന് കാരണം വയനാടിനോട് രാഹുൽ ഗാന്ധിയും UDF നേതൃത്വവും കാണിച്ചിട്ടുള്ള കടുത്ത വഞ്ചനയും ഒരു ജനതയെ അപമാനിക്കുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ മാറി നിന്നിരിക്കുകയാണ്. വലിയ പ്രചരണ കോലാഹലങ്ങളായിരുന്നു വയനാട്ടിൽ സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഹോട്ടൽ വ്യവസായ ഗ്രൂപ്പായ താജ് ഹോട്ടലിൽ വന്ന് താമസിച്ച് അവരുടെ വയനാട്ടിലെ താജ് ഹോട്ടൽ വന്ന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് താമസിച്ച് വലിയ രീതിയിലുള്ള പ്രചരണ സന്നാഹങ്ങളും പണം നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ ഒഴുക്കുകയുമായിരുന്നു വയനാട്ടിൽ. ഉത്തരേന്ത്യൻ മോഡൽ തിരഞ്ഞെടുപ്പിനായിട്ട് വയനാടിനെ മാറ്റിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. ഇതൊന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് ശീലമുള്ളതല്ല, അവർക്കത് അംഗീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് 2019 ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടായിരുന്നു. 60,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പരസ്യമായി ചോദിച്ചിരുന്നു, നിങ്ങൾ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടോ? ആ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത്. 2 മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. നേരത്തെ പലരും അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മത്സരിച്ചപ്പോഴെല്ലാം ഈ 2 മണ്ഡലങ്ങളും മത്സരിക്കുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് രാജിവെക്കും എന്ന പരസ്യമായിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഇവിടെ വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജനങ്ങളിൽ നിന്ന്, അതായത് AICC നേതൃത്വവും രാഹുൽ ഗാന്ധിയും മറച്ചുവെച്ചു. പിന്നീട് റായ്ബറേലിയിൽ മത്സരിക്കുകയും അവിടെ ജയിച്ചപ്പോൾ വയനാടിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു സന്ദർഭത്തിൽ തനിക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ഒരു നാടിനോട് കൊടിയ വഞ്ചനയാണ് രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നത്. വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നൊരു ബോധം വല്ലാതെ ഉയർന്നു വന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. LDF ആകട്ടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തികച്ചും രാഷ്ട്രീയമായിട്ടാണ്. കുടുംബമഹിമയോ ദേശീയ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ല പറഞ്ഞിരുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടായിരുന്നു ഞങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ UDF ഇതിനൊന്നും തയ്യാറായിരുന്നേയില്ല. അവർ 7 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, 5 ലക്ഷത്തിൽ തുടങ്ങി അവസാനിക്കുമ്പോഴേക്ക് 7 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 2014 വോട്ട് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2014 9,15,006 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
ഇപ്രാവശ്യം ഏകദേശം 9 ലക്ഷത്തിലധികം വോട്ടാണ് ചെയ്തിരിക്കുന്നത്. 2014 സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വയനാട്ടിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയാൻ കാരണം കോൺഗ്രസിൻ്റെ അഹങ്കാരവും ഒരു ജനതയോടുള്ള അവഹേളനവും അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ കൂട്ടത്തോടെ പോളിംഗിൽ നിന്ന് വിട്ടു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. LDF ആകട്ടെ ഇത്തവണ ഞങ്ങൾ പരിശ്രമിച്ചിരുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, പൊളിറ്റിക്കൽ വോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം വലിയ പ്രചരണ സന്നാഹങ്ങളായിരുന്നു. കോടിക്കണക്കിന് ഉറുപ്പികയാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ പേരിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പേര് വെച്ചിട്ടുള്ള കിറ്റുകൾ, പിന്നെ മറ്റൊരു രീതിയിൽ വിരുന്നു സൽക്കാരങ്ങൾ, വലിയ രീതിയിലുള്ള വിരുന്നു സൽക്കാരങ്ങൾ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ വലിയ ബോർഡൊക്കെ വെച്ചുകൊണ്ടുള്ള വിരുന്നു സൽക്കാരങ്ങൾ, അതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തുള്ള ആദിവാസി ജനവിഭാഗങ്ങളെല്ലാം കൂട്ടത്തോടെ ക്ഷണിച്ചു വലിയ രീതിയിലുള്ള ഒരു വിരുന്നു സൽക്കാര, ഒരു തെറ്റായ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു വികാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്തരം മതവികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ സ്ഥല MLA എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും മറ്റു കാര്യങ്ങൾ അവിടെ പോകാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ അത് പ്രചരണ ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ, ഒരിക്കലും കേരളം അംഗീകരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവണതകൾ, പ്രചരണ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി. അവർ പറഞ്ഞിരുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആകാശത്തും LDFൻ്റെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി കടലിലും എന്ന രീതിയിലുള്ള മ്ലേച്ഛമായ പ്രചരണതന്ത്രങ്ങളെല്ലാം അഴിച്ചുവിട്ടു. ഞങ്ങളെല്ലാം അതിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിട്ടിരുന്നത്. അതിന് ഈ തിരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആവേശം, ദേശീയ നേതാവ് എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയായിട്ട് ആദ്യമായിട്ട് മത്സരത്തേക്ക് വരികയാണ്. അതൊന്നും കേരളത്തിൽ ഉണ്ടായില്ല. ഉത്തരേന്ത്യയിലെ മുഴുവൻ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ, കർണാടക ഗവൺമെന്റിലെ പല മന്ത്രിമാര് അവരെല്ലാം കേന്ദ്രീകരിച്ചു. അവർ വെറുതെ വരികയായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വരാം, അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. എത്തിയിട്ടില്ല. യെസ്, അത് ക്ലിയർ ആണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ അവകാശപ്പെട്ടത് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു ഒഴുക്ക പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പിന്നീട് സ്ത്രീ എന്നുള്ള അങ്ങനെയൊരു പരിഗണന, ആ നിലയിലുള്ള സ്വീകാര്യത ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു. നോക്കൂ, കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പോലും 80% പോളിംഗ് ആകെ രേഖപ്പെടുത്തണമായിരുന്നു. ഇവിടെ ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നു. സ്വാഭാവികമായും ശ്രീ CK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ആ ജനങ്ങളെ വഞ്ചിച്ചു അവിടെ ഉണ്ടായിരുന്ന MP എന്നൊരു വികാരം പ്രതിഫലിച്ചു എന്നൊരു വിലയിരുത്തൽ വന്നാൽ അത് തെറ്റാകുമോ? അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ്, ഇപ്പോ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പ്രിവ്യൂ ഓടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്നത് ചോദിച്ചുകൊണ്ട് P. സരിൻ അതിന്റെ ഉത്തരം പറയുന്നു നിങ്ങളുടെ റിപ്പോർട്ടറിനോട്. ഏതായാലും സരിന് ആവശ്യത്തിനുള്ള പരിപ്പുവടയും ചായയും ഇന്ന് EP ജയരാജൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ മുൻ LDFന്റെ കൺവീനർ, നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പിണറായിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് രേഖപ്പെടുത്തിയിരുന്ന ജയരാജന്റെ ആത്മകഥയാണ് ഇന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞത്. ആ ആത്മകഥയിൽ എന്താണ് പറഞ്ഞിരുന്നത്? ആ ആത്മകഥയിൽ പറഞ്ഞത് വർഷാവർഷം ദിവസാദിവസം ഉടുപ്പ് മാറുന്നത് പോലെ പാർട്ടി മാറുന്നവരെ പറ്റിയാണ്. നിങ്ങളുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സരിനെ പറ്റിയായിരുന്നു. അതിനെപ്പറ്റി എന്താണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്? രണ്ടാം പിണറായി അതിലേക്ക് വരാം. നോക്കൂ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ പാലക്കാട് ഇല്ലല്ലോ ഒന്നാമതായി. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ വസന്തിനോട് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അത് വയനാട്ടിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത്. അതിലേക്ക് വരൂ, അതിനുശേഷം മറ്റു വിഷയത്തിലേക്ക് നമുക്ക് വരാം. വസന്ത് പറഞ്ഞത് ഗൗരവകരമായ വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ EP ജയരാജന്റെ ആത്മകഥ തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെങ്കിൽ അത് സ്വാഭാവികമായും ഉണ്ടാക്കേണ്ടത് പാലക്കാടാണ്. സരിനെതിരെ പരാമർശം എന്നായിരുന്നല്ലോ വാർത്തകൾ. അത് അങ്ങനെയല്ല, ആ മണ്ഡലം വിധി എഴുതിയിട്ടില്ല ഇന്ന്. അല്ല, 180 പേജുള്ള ആത്മകഥയിൽ സരിനെതിരെ മാത്രമല്ല, രണ്ടാം പിണറായി ഗവൺമെന്റിനെതിരെ വലിയ വിമർശനമുണ്ട്. അങ്ങനെ വായിച്ചാൽ മതി. ഞാൻ പൂർണ്ണമായും വായിച്ച ഒരാളാണ്. ഇനി കേൾക്കൂ, മറ്റൊരു കാര്യം, അങ്ങ് ചോദിക്കുന്ന വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞതിനെ പറ്റിയാണ്. പോളിംഗ് കുറഞ്ഞല്ലോ, അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. തോറ്റുപോകുമോ എന്ന് പറയുന്നില്ലല്ലോ, അത് നല്ല കാര്യം. ഇനി അതേ വയനാട്ടിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി EP ജയരാജന്റെ ആത്മകഥയോട് ചേർന്ന് നിൽക്കുന്നതാണ്. പിണറായി ഗവൺമെന്റ് ജനദ്രോഹ ഗവൺമെന്റായി മാറിയെന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി വയനാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ എന്താണ് പറയുന്നത്, കലങ്ങി ഒരുമിച്ച് വന്നപ്പോ EP ജയരാജൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയ CPM-കാരും CPIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ശരിയാണെന്ന് തോന്നിയ CPI-കാരും
വോട്ട് ചെയ്യാൻ പോകാത്തത് കൊണ്ടും വസന്ത് നോക്കൂ, സിപിഐയുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു എന്ന് വസന്ത് പറയുന്ന കാര്യം അത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാനില്ല. ഒരുപക്ഷെ ശ്രീ CK ശശീന്ദ്രൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയും. പക്ഷേ വസന്ത് പറയുന്ന രണ്ടാമത്തെ വാദം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കോണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുക? പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായിരുന്നില്ലല്ലോ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. ചുരുങ്ങിയ പക്ഷം വസന്ത്, നമ്മളൊരു കാര്യം ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് ലോജിക്കലാകണമല്ലോ. അത് എന്തുകൊണ്ടാണ് പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തൽ അല്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, അസിതയോട് ഞാനൊരു കാര്യം ചോദിക്കാം. ഞാനും അസിതയും ഏതാണ്ട് 2 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതേ പോളിംഗ് ഡേയിൽ ഇരുന്നപ്പോ അസിത പറഞ്ഞതാ എന്താണ് പോളിംഗ് ശതമാനം കുറയുന്നു. സാധാരണ കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം കൂടിയാലാണ് ആന്റി ഇൻകൺവെൻസി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതെന്തുകൊണ്ടാ? ആന്റി ഇൻകൺവെൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ജനം ഇറങ്ങി വോട്ട് ചെയ്യും. അപ്പൊ പോളിംഗ് ശതമാനം കൂടണം എന്നാണല്ലോ പറഞ്ഞത്. അല്ല വസന്ത്, അത് ലോജിക്കാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വയനാട് വിധി എഴുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്, ലോക്സഭാ മണ്ഡലമാണ്. അവിടെ ഒരു സർക്കാർ വിരുദ്ധ വികാരം അല്ലെങ്കിൽ അവിടുത്തെ വിലയിരുത്തൽ കേരളത്തിലെ സർക്കാരിനെ കുറിച്ചോ സംസ്ഥാന സർക്കാരുകളെ കുറിച്ചോ അല്ലല്ലോ വസന്ത് സിറിയക്ക്. അതെന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷം കൃത്യമായി ദേശീയ രാഷ്ട്രീയം പറഞ്ഞത്. അത് കോൺഗ്രസ് പറഞ്ഞിട്ട് പോലുമില്ല. അതിനു പകരം സ്നേഹത്തിന്റെ കട തുറന്നു വയനാട്. പക്ഷെ ആ കടയിലേക്ക് ആളുകൾ എത്തിയില്ല. അസിത, ഇതേ അസിത തന്നെയാണ് അന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞു, നിങ്ങൾ തോറ്റു പോകാൻ ജയിച്ചത്. പോളിംഗ് ശതമാനം കുറഞ്ഞിടത്ത് ആന്റി ഇൻകൺവെൻസി സംസ്ഥാന ഗവൺമെന്റിനെതിരായി കൂടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ 18 സീറ്റിൽ ജയിക്കുമ്പോൾ അതിൽ 10 സീറ്റുകളിൽ 1 ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ തോക്കാൻ പോകുന്നോ, ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയാൻ പോകുന്നോ എന്നൊന്നും ആരും മനപ്പായസം ഉണ്ണണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങ് പറഞ്ഞതുപോലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എന്നല്ല, ഈ രാജ്യത്ത് ഏത് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും ഒന്നാമത് അവിടെ ചർച്ച ചെയ്യുക കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. അത് UPA ഭരിച്ചാലും NDA ഭരിച്ചാലും. പക്ഷേ രണ്ടാമത് അവിടെ അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ വിലയിരുത്തപ്പെടും, ആ പ്രദേശത്തെ പ്രാദേശിക ഗവൺമെന്റുകൾ വിലയിരുത്തപ്പെടും, സ്ഥാനാർത്ഥി വിലയിരുത്തപ്പെടും, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അല്ല വസന്ത്, ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്ന് വസന്ത് പറഞ്ഞാൽ സത്യൻ മൊകേരിയുമായി ബന്ധപ്പെട്ട ഒരാരോപണവും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് 2014 വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് കേരളത്തിലെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാകാനായിരുന്നില്ലല്ലോ, അല്ലേ? ഇതാ രാജ്യത്തെ സർക്കാരിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു, പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നല്ലോ വസന്ത്. അപ്പോൾ പാലക്കാട്ടെയും ചേലക്കരയിലെയും സാഹചര്യമല്ല വയനാട്ടിൽ എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിധി എഴുതുമ്പോൾ അവിടെ ചർച്ചയാകേണ്ടത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും വസന്ത് പറയുമ്പോൾ എനിക്കത് അത്ഭുതമുണ്ടാക്കുകയാണ്. പിണറായി സർക്കാരിനെ അവിടെ വിലയിരുത്തി എന്ന് പറയുമ്പോൾ അസിത, എനിക്കും തിരിച്ച് അത്ഭുതമാണ് തോന്നുന്നത്. കുറഞ്ഞത് ഒരു 3 വർഷമായി നമ്മൾ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്ര എന്താ പറയുന്ന ഒരു ലീഡിംഗ് ജേർണലിസ്റ്റായ അങ്ങ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജനം പോയി വോട്ട് ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മാത്രം ബേസ് ചെയ്താണെന്നും കേന്ദ്ര സർക്കാരിനെ മാത്രം ബേസ് ചെയ്താണെന്നും പറഞ്ഞാൽ അത് മണ്ടത്തരമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല. അവിടെ സ്വാഭാവികമായും ജനം പാർലമെന്റ് മണ്ഡലത്തിൽ, ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ അങ്ങനെയാണെങ്കിലും വസന്ത് പറയുന്ന ലോജിക്ക് പ്രകാരം അത്ര വലിയ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇപ്പോൾ വസന്ത് എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ കൂടി പ്രതിഫലനമായിരുന്നു എന്ന്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ വലിയ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുകയും അതൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂല ഘടകമാകുകയും ചെയ്യണമായിരുന്നല്ലോ. അങ്ങനെയാകണമെങ്കിൽ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടണം. അതുണ്ടായില്ലതുമില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടാ? അതാണ് ഞാൻ കമ്പാരിസൺ പറഞ്ഞത്. അസിത അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ റീസെന്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം അതിന് തൊട്ടു മുമ്പ് നടന്നതിനേക്കാൾ കുറവായിരുന്നു. അന്ന് ഇതേ അസിത, നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ട്, ഇതേ അസിത ഇതേ വസന്ത് തെങ്ങുംപള്ളിയോട് പറഞ്ഞു, നോക്കൂ പോളിംഗ് ശതമാനം കുറഞ്ഞു, ആ കുറഞ്ഞത് ആന്റി ഇൻകൺവെൻസി ഇല്ലാത്തതിന്റെ തെളിവാണ് എന്ന് അന്ന് അങ്ങനോട് വാദിച്ചിരുന്നു. അവിടെയാണ് 1 ലക്ഷം വോട്ടിന് 10 സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കുന്നത്. സ്വാഭാവികമായും വയനാട് സംസ്ഥാന പിണറായി ഗവൺമെന്റും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ പറയുന്ന ആ പർട്ടിക്കുലർ വാചകം അത് എന്റെ ഓർമ്മയിലില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ഓർമ്മയിലില്ല, എനിക്കറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ നോക്കൂ വസന്ത്, ഈ പറയുന്ന തരത്തിൽ വസന്തിന്റെ ന്യായീകരണം ആ വിഷയത്തിൽ വരണമെങ്കിൽ പോലും ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ്? വസന്ത് തന്നെ പറഞ്ഞു പ്രിയങ്ക തോൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. ജയിക്കാനുള്ള സാധ്യതയുണ്ട്, പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഏതൊരു സ്ഥാനാർത്ഥിയും ജയിക്കാനുള്ള സാധ്യത. പക്ഷേ
5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ള മാർജിനിലേക്ക് ഈ പോളിംഗ് ശതമാനം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുമോ? അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോഴും ഉണ്ടോ കോൺഗ്രസിന്? രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, ക്ലിയർ ആണല്ലോ, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെ കന്നി അംഗത്തിൽ പാർലമെന്റിലേക്ക് പോകുമെന്ന് മാത്രമല്ല, അവിടെ കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പാർലമെന്റിനുള്ളിൽ അവർ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന കോൺഗ്രസിന്റെ വാദം ശരി. അങ്ങനെ പറയുമ്പോഴും അതിന് മുൻപത്തെ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കഴിഞ്ഞ തവണ കുറഞ്ഞിട്ടുമുണ്ടായിരുന്നല്ലോ. എന്തായാലും അന്ന് പോളിംഗ് ശതമാനം ഇതിലും കൂടുതലും ഉണ്ടായിരുന്നു. ഞാൻ വരാം വസന്ത്, മറ്റുള്ളവരിലേക്ക് കൂടി പോകട്ടെ. ശ്രീ കൃഷ്ണദാസ, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു BJPക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ. ചേലക്കരയിലും പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും നല്ല മത്സരം കാഴ്ചവെക്കാനായി എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ നിങ്ങൾക്കുണ്ടാകുമല്ലോ. പക്ഷേ പോളിംഗ് ശതമാനത്തിലെ കുറവ് സ്വാഭാവികമായും ഈ മണിക്കൂറുകളിലെ ചർച്ച അതായി മാറുന്നുണ്ട്. എങ്ങനെയാണ് BJP കാണുന്നത്? 2014 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തിൽ നിന്ന് 2019 വലിയ കുതിച്ചുചാട്ടമുണ്ടായ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ 10 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടാകും എന്ന് കണക്കാക്കിയിരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമില്ലാതെയാണ് LDFും UDFും എല്ലാം ആ മണ്ഡലത്തിൽ വോട്ട് നേടാനുള്ള സാഹചര്യം ഉണ്ടായത്. BJPക്ക് ഏതാണ്ട് 9% വോട്ടാണ് ആ സമയത്ത് കിട്ടിയത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വേറൊരു അഭയകേന്ദ്രമില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ പാർലമെന്റിൽ എത്തണമെങ്കിൽ കേരളത്തിലെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം അത് വയനാടാണ് എന്ന് കണ്ട് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നു. അതിനെ തുടർന്ന് ആ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടായി. ആ വോട്ട് ചെയ്യാൻ ആളുകൾ വന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞ് ഭൂരിപക്ഷം കൂട്ടാനുള്ള ശ്രമം നടന്നു. നിർഭാഗ്യവശാൽ LDFിനെ സംബന്ധിച്ച് ആ സമയത്ത് LDFിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവരുടെ LDFും UDFും ഒരുമിച്ച് പിന്തുണക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാഹചര്യം എന്ന് ഞാൻ പറയാൻ കാരണം, അതിന് മുൻപുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് വലിയ കുറവ് വോട്ടിന്റെ കാര്യത്തിലുണ്ടായി. 13%-ലധികം വോട്ടുകളെന്ന് LDFിന് അതിനു മുൻപിലത്തേക്കാൾ കുറവുണ്ടായി. UDFിന് 23% വോട്ട് കൂടി 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പക്ഷെ നമ്മൾ കാണുന്നത് ഏതാണ്ട് 4.5 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തോടുകൂടി അന്ന് രാഹുൽ ഗാന്ധിയെ LDFും UDFും എല്ലാം കൂടി ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചപ്പോ അതിന്റെ തൊട്ടടുത്ത് 24 നടന്ന കഴിഞ്ഞ രാഹുൽ ഗാന്ധി രാജിവെച്ചു പോയി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5.5% വോട്ട് ശതമാനം കുറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3.5 ലക്ഷമായി കുറഞ്ഞു. ഏകദേശം 75,000-80,000 വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രീതിയുണ്ട് എന്ന് പറഞ്ഞ വയനാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്പൊ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോഴത്തേക്കും ആകെയുള്ള ഇപ്പോഴുള്ള വോട്ടിംഗ് ശതമാനം തന്നെ ഏതാണ്ട് അതിനു മുൻപിലത്തേക്കാൾ 16%-ലധികം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് 2024 4 മാസം മുൻപ് കിട്ടിയ വോട്ടിനേക്കാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 11-12% വോട്ടുകൾ ടോട്ടലായി കുറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എല്ലാം പേര് പറഞ്ഞ് കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, അവർ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രകടനം, അതെല്ലാം വയനാട്ടിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. BJP വിരുദ്ധതയാണ് ഈ ചേലക്കരയിലും വയനാട്ടിലും പാലക്കാട്ടും എല്ലാം കഴിഞ്ഞ 2-3 മാസ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? BJP വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ LDFും UDFും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനവും അതോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷവും ഈ 2 മുന്നണികളെ സംബന്ധിച്ചും BJPക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോ നിങ്ങളുടെ ഇന്നത്തെ ഇൻട്രോയിൽ എഴുതി കാണിക്കുന്ന തെരഞ്ഞെടുപ്പും വ്യാജ വാർത്തകളും എന്നുള്ളതാണല്ലോ. BJPക്കെതിരായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് ഒരു കേന്ദ്രമായ 2 മുന്നണികൾ മാറിയിരിക്കുകയാണ്. അത് എല്ലാ മണ്ഡലത്തിലും, അത് വയനാട്ടിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും ആ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് BJPക്കെതിരായി. അതിന്റെ ഒരു കേന്ദ്രമായി കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നു എന്നതിൽ ഞങ്ങൾക്ക് വേവലാതി ഒന്നുമില്ല.
BJPക്ക് വയനാട്ടിലാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുള്ളത്. ശരി. കഴിഞ്ഞ കാലഘട്ടത്തിലെ അസംബ്ലി നോക്കിയാലും പാർലമെന്റ് നോക്കിയാലും വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടോ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ആകെയുള്ള പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും BJPയുടെ വോട്ടിനെ അത് ബാധിക്കാനേ പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അതുപോലെ തന്നെ വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഘട്ടത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഏതാ? ഒന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ LDFന് ജയിക്കണമെങ്കിൽ, LDFന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിന് സാധ്യതയൊരുക്കണമെങ്കിൽ UDFന്റെ സഹായം വേണം എന്നുള്ള സാഹചര്യത്തിലൊക്കെ മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ LDFനെ സഹായിക്കാൻ UDF വന്നില്ലെങ്കിൽ എങ്ങനെയാണ് പാലക്കാട് ആ സ്ഥാനാർത്ഥി മാറുന്ന പാർട്ടി സ്ഥാനാർത്ഥി അല്ലാത്ത ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു LDF രാഷ്ട്രീയം UDFനെ കൂടി ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു വിഷയം, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ കേരളത്തിൽ LDF ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാട് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. അതേസമയം തന്നെ ഒരു വലിയ വിഭാഗം ഈ തരത്തിൽ നിയമസഭയ്ക്കകത്ത് പ്രമേയം കൊണ്ടുവന്ന് UDFന്റെ കൂടി പിന്തുണയോട് കൂടി ചേർന്ന് ഈ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എടുത്തിട്ടുള്ള പ്രമേയമുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമമാറ്റം അമെന്റ്മെന്റിനെ സംബന്ധിച്ച് ഉള്ള നിയമസഭയുടെ പ്രമേയം. അല്ല, ഞാൻ ചുരുക്കാണ്, ഞാൻ അവസാനിപ്പിക്കാൻ. ആ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിൽ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടാണ്. പ്രത്യേകിച്ച് അതിൽ LDF എടുത്തിട്ടുള്ള നിലപാട് അത് തീവ്ര ചിന്താഗതിയുള്ള ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് വലിയ പിന്തുണ നൽകുന്ന തരത്തിലാണ് അവർ കണക്കാക്കുന്നത്. തീർച്ചയായും. പക്ഷെ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മുനമ്പത്തെ ഒരു മനുഷ്യരെയും കുടിയിറക്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും. ഞാൻ മടങ്ങി വരാം. ശ്രീ N. ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരുടെ ജയസാധ്യതയെ ബാധിക്കും, ആര് പരാജയപ്പെടും എന്നതൊക്കെ നമുക്ക് ഈ ഘട്ടത്തിലിരുന്ന് ആധികാരികമായി പറയാൻ കഴിയില്ല. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലം പോലെ ഒരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഇത്ര വലിയ ഇടിവുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും. പ്രത്യേകിച്ചും ഞാൻ വസന്തനോട് പറഞ്ഞതുപോലെ 5 ലക്ഷം ഭൂരിപക്ഷം എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. ഇനി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ പോലും അത് ഏകദേശം 4 ലക്ഷത്തിലേക്ക് വരണം. പക്ഷേ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം വെച്ച് എങ്ങനെ കൂട്ടിയാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം ഭൂരിപക്ഷം 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയ്ക്കാണ്. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് അതെന്ത് സൂചനയാണ് നൽകുന്നത്? അല്ല, നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം പറയാം. ഈ പോളിംഗ് പെർസെൻറ്റേജ് ഏതിൻ്റെയും ഒരു ഡിഫൈനിങ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം നോക്കൂ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗും സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗും തമ്മിൽ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. രണ്ടിനും ഒരേ ശതമാനമാണ് കിട്ടുന്നത്. ഒരു അസ്യൂം ചെയ്യും, നിങ്ങൾ 75% എന്ന് അസ്യൂം ചെയ്യും. ആ 75% പാർലമെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതും അത് സ്റ്റേറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതും രണ്ട് തരത്തിലാണ്. നമ്മൾ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിനു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് തന്നെ നിന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരേ പെർസെൻറ്റേജ് വോട്ട്സിൽ വന്നെങ്കിൽ പോലും റിസൾട്ട് രണ്ടും രണ്ടായിരുന്നു. അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ അങ്ങനെ കാണണം എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക പാഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൺഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ വസന്ത് പറഞ്ഞ ഒരു കാര്യം, അത് ഒരു പോയിന്റ് വരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? പിണറായി വിജയൻ സർക്കാരിനെതിരെ ആൾക്കാർ കുറെ പേര് വോട്ട് ചെയ്യുമോ? ചെയ്യുമായിരിക്കും. അതിനകത്ത് കോൺഗ്രസിനെതിരെ ചെയ്യുമോ? ചെയ്യും. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. VD സതീശനെതിരെ വോട്ടുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. പിണറായി വിജയനെതിരെ വോട്ടുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. ഇത് അങ്ങനെ ഒരു വോട്ടേ ഇല്ല എന്നുള്ളൊരു വാദം ആർക്കും വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഡിഫൈനിങ് ഫാക്ടർ എന്തായിരിക്കും, ക്രൂഷ്യലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് കേന്ദ്രത്തിലേക്ക് വന്നാൽ, വയനാട്ടിലേക്ക് വന്നാൽ അത് ഒരു കാരണവശാലും സംസ്ഥാനത്തിന്റെ വിലയിരുത്തലാകില്ല. കാര്യം അത് സാധാരണ ഒരു സ്ഥാനാർത്ഥിയല്ല. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷോ അല്ലെങ്കിൽ ബസന്തോ പറയുന്ന ഒരാൾ അവിടെ പോയി മത്സരിക്കുന്നപ്പം സംസ്ഥാനത്തെ ഒരാൾ പോയി നിൽക്കുന്നത് പോലെയല്ല അവിടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അവിടെ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ പ്രിയങ്ക ഗാന്ധി ആകുമ്പം അത് സംസ്ഥാനത്തിലെ കാര്യങ്ങളായിരിക്കുമോ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ ആയിരിക്കില്ല. അപ്പം അവിടുത്തെ റിസൾട്ട് വെച്ച് യഥാർത്ഥത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിൽക്കുന്ന ആന്റി ഇൻകംബൻസിയെ വിലയിരുത്തുകയാണെങ്കിൽ തെറ്റ്. അതേ സ്ഥാനത്ത് നിങ്ങൾ പറയുകയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായി ഒരു
സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ അടുത്ത പോളിംഗ് കഴിഞ്ഞല്ലോ, അത് സംസ്ഥാനത്ത് സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല. അപ്പം അതാ പറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഇപ്പൊ നോക്കൂ, വസന്ത് പറഞ്ഞ എന്താണ്? വസന്ത് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെക്കാട്ടിലും കൂടുതൽ ആർക്ക് കിട്ടും? പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. അത് കോൺഗ്രസിന്റെ വക്താവായ അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം അത് ഉറപ്പായിട്ടും പറയണം. പക്ഷെ കോൺഗ്രസിന്റെ ഇന്ന് സംസ്ഥാനത്തുള്ള ഏറ്റവും മുതിർന്ന നേതാവായ VD സതീശൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നാ. അത് മറന്നുപോകരുത്. 2019 കിട്ടിയെന്ന് വെച്ചാൽ ഈ കുറഞ്ഞു പോയ പെർസെന്റേജ് വോട്ടുകൾ മൊത്തം CPIM-ന്റെയും BJP-യുടെ ആണെന്നും കോൺഗ്രസിന്റെ വോട്ട് അതുപോലെ അവിടെ നിൽപ്പുണ്ടെന്നും അദ്ദേഹത്തിന് എവിടുന്ന ഡേറ്റ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്കൊന്നും ഒരു ആശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടെ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ അശക്തനാണ്. കാര്യം എൻ്റെ അങ്ങനത്തെ ഒരു ഡേറ്റ കയ്യിലില്ല. ഡാറ്റ ഇല്ലാതെ ഞാനൊരു അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞതും ബസന്ത് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ വ്യക്തമായി കാണണം. ഇവിടെ ഇനി വയനാട്ടിലേക്ക് വരാം. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. വയനാട്ടിലേക്ക് വരാം. വയനാട്ടിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത കൂടുണ്ട്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയൊരു അപകടം നടന്ന ശേഷമുള്ള ആ നാട്ടിന്റെ ഒരു വിലയിരുത്തലും കൂടാണ്. അപ്പൊ അവര് ആ ഒരു ഫാക്ടറും അതിനകത്ത് കടന്നു വരും, ഉറപ്പായിട്ടും വരും. അത് പോസിറ്റീവായിട്ടും വരും, നെഗറ്റീവായിട്ടും വരും, പല രീതിയിലും വരും. അപ്പൊ അത് അങ്ങനെ ഒരു മനുഷ്യ മനസ്സുകളെ അങ്ങ് വല്ലാത്ത രീതിയിൽ നമ്പിയിരിക്കുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറെ പേരൊക്കെ ചിലപ്പോൾ അതിന്റെ പേരിൽ തന്നെ വലിഞ്ഞു നിൽക്കാം, പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ എല്ലാം കൂടെ എടുക്കണം എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആരെ എവിടെ നിർത്തണമെന്നത് കോൺഗ്രസിന്റെ ചോയ്സാണ്. നമ്മൾ അതിനകത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരുമ്പോൾ ഒരു എതിരഭിപ്രായം പറഞ്ഞത് എന്തുകൊണ്ടാണ്? സംഘപരിവാർ ഫോഴ്സുകൾക്കെതിരെയുള്ള ഫൈറ്റിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി ആർക്കെതിരെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ CPM-നെതിരെ അല്ലെങ്കിൽ CPI-ക്കെതിരെ മത്സരിക്കുന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ എത്താൻ അവർ കണ്ടെത്തുന്ന വഴി, സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കാൻ അവർ കണ്ടെത്തുന്ന വഴി ഒരിക്കലും സംഘപരിവാറിനെ എതിർത്തുകൊണ്ടല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ, കഴിഞ്ഞ 2024 പല പൊളിറ്റിക്കൽ അനലിസ്റ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ഒരാളല്ല, എനിക്ക് വ്യക്തമായിട്ട് പൊളിറ്റിക്സ് ഉള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ 2024 തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നതിന്റെ കാരണമാണ്. അത് റോബർട്ട് വദ്ര ഫാക്ടർ വരും, റോബർട്ട് വദ്ര ഫാക്ടർ BJP ചർച്ചയാക്കും എന്നുള്ളത് കൊണ്ട് അവർ ഒഴിഞ്ഞു നിൽക്കുന്നു. അത് മാത്രമല്ല, നോക്കൂ, UP-യിൽ ഇപ്പൊ അമേഠിയിൽ അവർക്ക് മത്സരിക്കാമായിരുന്നു, അല്ലെങ്കിൽ UP-യിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് മത്സരിക്കാമായിരുന്നു. അപ്പൊ UP-യിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയി മത്സരിച്ചു. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അമേഠി നിൽക്കരുതോ അല്ലെ വേറൊരിടത്തിൽ നിൽക്കരുതോ എന്ന് നമ്മൾ പറഞ്ഞാൽ അമേഠി നിൽക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ അന്നത്തെ അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്യാതെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തേക്ക് അവർ വരുമ്പം, കോൺഗ്രസിന് അപ്പർ എഡ്ജുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പം യഥാർത്ഥത്തിൽ അവർ എന്ത് മെസ്സേജാണ് രാജ്യത്തിന് കൊടുക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി ജയിക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, സംഘപരിവാർ ഫോഴ്സിനെ എതിർക്കാൻ നിങ്ങൾ ഈസിയായിട്ട് ആ സ്ഥലം നോക്കുന്നെങ്കിൽ, നിങ്ങൾ അവരുമായിട്ടൊരു ഹെഡ് ടു ഹെഡ് ഫൈറ്റിന് തയ്യാറല്ല എന്ന് ജനം വിലയിരുത്തിയാൽ എങ്ങനെയാണ്? അല്ലെ ഞാനൊരു വിമർശനം പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ എതിർക്കും? ആ ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ഞങ്ങൾ പാർലമെന്റിൽ നടത്തിക്കോളാം, ഞങ്ങൾ ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റിലേക്ക് പോകാൻ അദ്ദേഹം 2019 വയനാട് പ്രിഫർ ചെയ്തതുപോലെ ആ ഒരു പ്രിഫറൻസ് വയനാട് പ്രിയങ്ക ഗാന്ധിയും കൊടുക്കുമ്പം അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൂല്യച്യുതി, ദർ ഇസ് എ ഡീഗ്രഡേഷൻ ഓഫ് വാല്യൂസ്, പൊളിറ്റിക്കൽ വാല്യൂസ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ CK ശശീന്ദ്രൻ, ഇവിടെ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണങ്ങളായി വന്നിട്ടുണ്ട്. അതിൽ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ പ്രതികരണം, UDF നേതാക്കളിൽ ചിലരുടെ പ്രതികരണമായി കണ്ടത് കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ
എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോളിംഗ് പെർസെന്റേജിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് CPIMന്റെയും BJPയുടെയും വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നുള്ളത് ഒരു നറേഷൻ. നോക്കൂ, അത് ശ്രദ്ധയിൽ നിൽക്കട്ടെ. രണ്ടാമതായി ഇപ്പോൾ വസന്ത് പറയുന്നു, വയനാട്ടിൽ തന്നെ ഒരു CPI നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചു, അത് പോളിംഗിൽ പ്രതിഫലിച്ചു എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായി, തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണല്ലോ EP ജയരാജനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം വരുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഈ നിലയിൽ കണ്ടു. ഇന്നത്തെ പകലിൽ മുഴുവൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും പോളിംഗിന്റെ പോലും ആദ്യ മണിക്കൂറുകളിൽ അതിനേക്കാൾ വലിയ വാർത്തയായി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഫാക്ടറുകളൊക്കെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനും UDFനും ഉള്ളത്. അത് സ്വാഭാവികമായും വയനാട്ടിലും ചേലക്കരയിലും അവർക്ക് ഗുണം ചെയ്യും. EP പോലൊരു നേതാവ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പെർഫോമൻസിനെ കൂടി വിലയിരുത്തുകയാണ് എന്നുള്ളതാണല്ലോ നമ്മൾ പുറത്തു വന്നതായി കണ്ട അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2019 മത്സരിച്ച സന്ദർഭത്തിൽ 4,31,772 വോട്ടിനാണ് വിജയിച്ചത്, ഭൂരിപക്ഷത്തിന്. അത് പിന്നെ കൗണ്ട് ഡൗൺ ആയി 3,44,472 2024. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ രീതിയിൽ UDFന് വോട്ട് കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFൻ്റെ വിജയത്തിന് കാരണമാകുമോ ഇല്ലയോ എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം LDF ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറായിരുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുഴുവൻ LDFൻ്റെതാണെന്നൊരു പ്രചരണം അവർ ബോധപൂർവം അവർക്ക് ഈ പോളിംഗ് കുറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു സൂത്രവാക്യമാണ്. അതിൽ കവിഞ്ഞ് പ്രാധാന്യമൊന്നുമില്ല. നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിയുന്ന കാര്യത്തിൽ സംശയവുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് കുറച്ചും കൂടി വിശകലനം ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതാണ് ഒരു കാര്യം. CPIയുടെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അത് ഇതിലേക്ക് വലിച്ചഴക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം തന്നെ നാളെ പത്രക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അനാവശ്യമായി വളരെ ബോധപൂർവമായി ചില കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചില ആൾക്കാർ കൂടി ചില പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം, എപ്പോഴോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം, അതൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല. അദ്ദേഹം തന്നെ നിയമപരമായിട്ട് നേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമേ ആയിട്ടില്ല. കാരണം അത് തെറ്റായ രീതിയിൽ വീഡിയോ പ്രചരണം വളരെ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 2-3 വർഷങ്ങൾക്കും പറഞ്ഞൊരു കാര്യങ്ങൾ അല്ല. ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി നേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് വേറെ കാര്യം നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് അതുമായിട്ട് ഒരു ചെറിയ ശതമാനം പോലും അത് സ്വാധീനിച്ചിട്ടില്ല. മറ്റൊന്ന്, സഖാവ് EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സഖാവ് EP ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മകഥ എഴുതാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാസ്റ്ററും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമേ വയനാട്ടിലായിട്ടില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാര്യത്തിൽ. അതൊക്കെ വേറെ ചില കാര്യങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങളാണ്. സഖാവ് EP ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവിടെ വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, വസന്ത് പറഞ്ഞിട്ടൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വസന്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രിയങ്ക ഗാന്ധിയോ UDF നേതൃത്വമോ രാഷ്ട്രീയമേ പറഞ്ഞില്ല. അവരുടെ കുടുംബമഹിമ അതൊക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് അഭിപ്രായവ്യത്യാസമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്താണ് രാഹുൽ ഗാന്ധി MP ആയിരുന്നു, അദ്ദേഹം കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായി, വയനാട് ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൽ പണം അനുവദിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, രാഷ്ട്രീയ വിവേചനം, പിണറായി സർക്കാരോടുള്ള രാഷ്ട്രീയ വിരോധം, അതുകൊണ്ടൊരു ജനതയെ ശിക്ഷിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെയും മലയാളികളെയും ശിക്ഷിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിച്ചു? പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തിനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ. ഞങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു, മറുപടിയില്ല. രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് രാത്രിയാത്രാ നിരോധനം വലിയ പ്രശ്നമുള്ളൊരു ജില്ലയാണ് വയനാട്, BJP ഭരിക്കുന്നതുകൊണ്ടാണെന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി നിശ്ചയിച്ചുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കർണാടകയിലുള്ളത്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമല്ലോ. റെയിൽവേയുടെ കാര്യത്തിൽ ഇത് ചെയ്യാൻ കഴിയുമല്ലോ. ഇതൊന്നും രാഹുൽ ഗാന്ധി ചെയ്തേയില്ല. വിരുന്നുകാരനെ പോലെ വല്ലപ്പോഴും വരും, വലിയ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് നാടാകെ ആഘോഷിക്കും, മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കും, അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകുന്നതല്ലാതെ വേറെ കാര്യമൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, അതിനൊന്നും മറുപടി ഉണ്ടായില്ല. വസന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായി. അതിപ്പോൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായത്.
ആ ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമല്ലേ നമ്മൾ നടത്തിയിരിക്കുന്നത്? എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചില്ലേ കേരളത്തിലെ ഗവൺമെൻറ്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി വന്നുപോയി, ഒരു കൊച്ചുകുട്ടി പ്രധാനമന്ത്രിയുടെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തും ചെയ്യുമെന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയോ? അതിനെതിരായിട്ട് UDF നിലപാടെന്താണ്? ഒരു തെറ്റായ പത്രവാർത്ത വന്നപ്പോൾ UDF കളക്ട്രേറ്റ് മാർച്ച് നടത്തുകയായിരുന്നു, CPM-നെതിരായിട്ടും പിണറായി സർക്കാരിനെതിരായിട്ടും. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതാണ് വിഷയം. മറ്റൊന്ന്, റോബർട്ട് വാദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, 170 കോടി രൂപയല്ലേ BJPക്ക് ഇലക്ട്രോ ബോണ്ട് വഴി വിതരണം കൊടുത്തിരിക്കുന്നത്? അത് ചെറിയ കാര്യമാണോ? ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ലേ? ഇതല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഗണ്യമായ രീതിയിൽ വോട്ട് കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. BJPയുടെയും വോട്ട് കുറയും. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന രീതി, പണം 2 കൂട്ടരും വാരിക്കോരി ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ 7 അകലത്ത് പോലും എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. വലിയ രീതിയിലുള്ള പണത്തിൻ്റെ വിതരണമല്ല നടത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യൻ മോഡൽ തെരഞ്ഞെടുപ്പായിരുന്നു നടത്തിയിരുന്നത്. വാരിക്കോരി ബൂത്തുകളിലെ പ്രവർത്തനത്തിന് ഈ ശില്പമൊക്കെ വീടുകൾ കൊണ്ട് കൊടുക്കുമല്ലോ പ്രവർത്തകർ, അവർക്ക് ഒരു ദിവസം ഇത്ര റുപ്യ വെച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ആ രീതിയിൽ പണം വാരിക്കോരി വിതരണം ചെയ്യുകയായിരുന്നു. കിറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് 1959-ലെ ജനപ്രാതിനിധ്യ നിയമത്തെ കഠിനമായ രീതിയിൽ ലംഘിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒരു പള്ളിയിൽ അച്ഛനോട് ചെന്ന്, അച്ഛൻ ഇവർക്കെല്ലാം കൂടി പള്ളിയിൽ ചെന്ന് വോട്ട് വയ്ക്കുന്നതിനും തെറ്റല്ല, നമ്മളെല്ലാവരും പോകുന്നില്ലേ വോട്ട് വയ്ക്കാൻ? അതല്ല, അവിടെ മതപരമായൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് വിതരണം ചെയ്യുകയാണ്. ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ആ തെറ്റുകളെ നിയമപരമായിട്ട് നേടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മുനമ്പത്തിൻ്റെ ഒരു കാര്യം, ഗോപാലകൃഷ്ണൻ പറഞ്ഞ മുനമ്പത്തിൻ്റെ കാര്യം, അത് കേരളത്തിലെ ഗവൺമെൻറ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നയം വ്യക്തമാക്കിയില്ലേ? ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല, ഒരാളെയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെയുള്ള നിലപാടല്ല. എത്രയോ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കി 36 ലക്ഷം ആൾക്കാർക്ക് ഭൂമി കൊടുത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും. ആ ഞങ്ങളോടാണോ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന വേദന തിരിച്ചറിയുന്നവരല്ലേ ഞങ്ങൾ? എത്രമാത്രം ഭൂസമരങ്ങളും ഭൂപ്രക്ഷോഭങ്ങളും നടത്തിയവരാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ആൾക്കാർക്ക്, 36 ലക്ഷം ആൾക്കാർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി നടത്തിയുള്ള പോരാട്ടത്തിൽ 18 പേർ രക്തസാക്ഷികളായ നാടാണ് ഈ കേരളം. 18 പേർ, ഭാർഗവി എന്ന് പറയുന്ന ഒരു വനിതാ സഖാവ് ഉൾപ്പെടെ ആലപ്പുഴയിൽ 18 പേരാണ് ഈ ഇന്ന് കാണുന്ന എല്ലാവർക്കും ഭൂമി കിട്ടാനും ജന്മിത്വം അവസാനിപ്പിക്കാനും കേരളത്തിൽ നടത്തിയുള്ള പ്രക്ഷോഭത്തിൽ. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ്. അതുകൊണ്ട് മുനമ്പത്തെ കാര്യം പറഞ്ഞ് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ BJPക്ക് വലിയ ആലോചനയുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മണിപ്പൂരിൽ നടപ്പാക്കാൻ കഴിയുമായിരിക്കും, കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു തെറ്റായ അജണ്ട, അതിനെ കാസയെ പോലെയുള്ള ചില സംഘടനകൾ RSSൻ്റെ വക്കാലത്തും ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്ന ക്രിസംഗി പോലെയുള്ള ചില സംഘടനകൾ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമമൊന്നും കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ഗവൺമെൻറ് സർവകക്ഷി യോഗത്തിൻ്റെ തീയതി നിശ്ചയിച്ചിരുന്നു. അതിൽ BJP പ്രതിനിധിക്കും പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷേ ആ തീയതി പാലക്കാട് തിരഞ്ഞെടുപ്പ് 20-ാം തീയതിക്ക് മാറ്റിയുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയും. കാരണം ഭൂരഹിതരുടെയും ഭൂമിയിൽ കൈവശ കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ, കർഷകരുടെയും ഭൂമി കൈവശം വെക്കുന്നവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്നും വികാരം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. BJPയോട് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ഞങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലേ? അതല്ലേ ഞങ്ങൾ എല്ലാ കാലത്തും CPM-ൻ്റെ ദേശീയ അടിസ്ഥാനത്തിൽ പോലും ഇപ്പോൾ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്ന ബസന്ത് പോലും ഒരു കാര്യം പറയുമല്ലോ, BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിൽ, BJPയെ ഒരു പൊളിറ്റിക്കൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ, ഇന്ത്യ കൂട്ടുകെട്ട് എന്നൊക്കെ ഉണ്ടാക്കുന്നതിൽ CPM വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് നടന്നിട്ടുള്ള അനുസ്മരണ യോഗങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയാണ് വസ്തുത മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്നിട്ടാണോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതെന്ന് അത് രാഷ്ട്രീയ ചോദ്യമാണ്. നിയമപരമായിട്ട് അവർക്ക് എവിടെയും മത്സരിക്കാം, അത് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസുമെല്ലാം ദേശീയ അടിസ്ഥാനത്ത് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്.
ആ രാഷ്ട്രീയത്തിന് ഒത്ത നിലപാടാണോ നിങ്ങൾ സ്വീകരിച്ചത്? നിങ്ങൾ ഞാൻ ഒന്ന് ഇടപെടുന്നു സമയപരിമിതി ഉണ്ടല്ലോ. ശ്രീ വസന്ത് ശ്രീയേക്ക, ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ ചോദ്യത്തിൽ തന്നെ മറുപടിയായി വസന്ത് പറഞ്ഞു തുടങ്ങിയത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിഷയത്തെ കുറിച്ചാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ പറയുന്നത് പോലെ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നൊക്കെ നമുക്ക് കരുതുക സാധ്യമാണോ? ഇനി ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ പറയപ്പെടുന്ന വിവാദങ്ങൾക്ക് ചില ലോജിക് ഉണ്ടാകണം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വെർഷൻ വളരെ ക്ലിയർ ആയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു. 1, 2, അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്, നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി അതും പോരെങ്കിൽ ഇന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നുള്ളതായിരുന്നല്ലോ DC-യുടെ മുൻപുള്ള തീരുമാനം. അങ്ങനെയെങ്കിൽ വസന്ത് 1-2 മണിക്കൂറിന് ശേഷം ആ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ കേരളം അറിയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിപ്പോൾ 2 മണിക്കൂർ മുൻപ് മാധ്യമങ്ങൾ കൊടുത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് ഇ.പിക്ക് പറയേണ്ട കാര്യമുണ്ടോ? അത് ഇ.പി എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറിന് ശേഷം അത് പുസ്തക രൂപത്തിൽ തന്നെ പുറത്തു വന്നേനെയായിരുന്നു വസന്ത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനത്തിലടക്കം ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതുക സാധ്യമാണോ? പക്ഷെ അതവിടെ നിൽക്കുമ്പോൾ ചില ലോജിക്കലായിട്ടുള്ള മറ്റു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ രാത്രി യാത്രാ നിരോധനം, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതേ കാര്യങ്ങളാണ് ഇത്തവണ പ്രിയങ്ക ഗാന്ധിയും ആവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ 5.5 വർഷം ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അവിടെ എന്നുള്ളതാണ്. അല്ല അസിത, നോക്കൂ, അസിയുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാം. അതിനു മുമ്പ് പ്രിയപ്പെട്ട ശശീന്ദ്രൻ സഹാബിന്റെ ചോദ്യങ്ങൾക്ക് 2 ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്, പ്രിയങ്ക ഗാന്ധി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ആ പള്ളിയിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം സോണിയാഗാന്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട CK, ഇതേ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന പാർലമെന്റ് മണ്ഡലം തൃശ്ശൂരിൽ ഒരു പള്ളിയുടെ ഉള്ളിൽ ചെന്നൊരു സ്പെഷ്യൽ ചടങ്ങ് നടത്തുക മാത്രമല്ല, അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാരെ സ്വാധീനിക്കത്തക്ക വണ്ണം, പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നത്തക്ക വണ്ണം മാതാവിന് സ്വർണ്ണകിരീടം കൊടുത്ത സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുക്കാൻ ഈ സംസ്ഥാനത്ത് ഒരു CPM-കാരെ ഞങ്ങൾ കണ്ടില്ല. അന്ന് പരാതി കൊടുത്തത് കോൺഗ്രസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. പ്രിയങ്ക ഗാന്ധി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പ്രശ്നമാണ്. ഇനി അതിനെ ജനം വിലയിരുത്തട്ടെ, ആ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ബാധിക്കില്ല എന്നാണ്. പക്ഷേ അസിത അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അസിത പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാളിലും ഇ.പി. ഒരു വിവാദ വിഷയമായിരുന്നു. അതായത് ഇലക്ഷൻ സമയത്ത് ഒന്നെങ്കിൽ താൻ ഒരു സ്റ്റാറായി നിൽക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കുന്നത് ഇ.പി. ജയരാജന്റെ ഒരു പ്രത്യേക ശൈലിയാണ് എന്ന് പാർട്ടി കണ്ടാൽ മതി, പ്രശ്നം തീർന്നു. കാര്യം ജാവദേക്കറെ കണ്ടെന്നും തിരുവനന്തപുരത്തടക്കം BJPക്ക് മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും അന്ന് പറഞ്ഞത് നമ്മൾ മറന്നില്ലല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകുന്നു. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ ദിവസങ്ങളിലല്ല, അതിന് എത്രയോ മുൻപാണ്. ആ വിഷയം ഇ.പി. സമ്മതിക്കുന്നു. സമാനമായ രീതിയിൽ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ഞാൻ അതാണ് വസന്ത് ആവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അത് പുറത്തു വിട്ടില്ലെങ്കിൽ 2.5 മണിക്കൂറിന് ശേഷം അത് പുസ്തക രൂപത്തിൽ തന്നെ പുറത്തു വരും. അപ്പോൾ ഈ വസ്തുതകളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരും എന്നുള്ളത് ഇ.പിക്കും അറിയാമല്ലോ. അദ്ദേഹമാണ് അത് എഴുതിയിട്ടുള്ളതെങ്കിൽ. അപ്പോൾ പിന്നെ എന്തിനാണ് 2 മണിക്കൂറിന് മുൻപ് മാധ്യമങ്ങൾ ഇത് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടേ ഇല്ല എന്നും ഇ.പി പറയുകയും അതിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തത് അതൊരു കേവല യുക്തി. പറയൂ, അതിനെന്താണ് തോന്നുന്നത്? അതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, അങ്ങ് ചോദിക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ പുസ്തകം വന്നിരുന്നെങ്കിൽ എന്നുള്ളതാണ്. നോക്കൂ, DC-യെ സംബന്ധിച്ച് അവർ എത്രയോ കാലമായി പ്രസാധകർ രംഗത്തുള്ളതാണ്. കേരളത്തിലെ 1ാമത്തെ പ്രസാധകരുമാണ്, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ. അവർക്ക് അവരുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത് എത്തിക്കലാണോ നോൺ എത്തിക്കലാണോ എന്നുള്ളത് രണ്ടാമത് ചർച്ച ചെയ്യേണ്ടതാണ്. 1. 2, ഇ.പി. ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണാർത്ഥത്തിൽ അതിനെ തള്ളിക്കളയാൻ ഈ വിവാദമുണ്ടായി എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി 3ാമത്തെ കാര്യം, ബന്ധപ്പെടുന്നു. ഇ.പി. ആദ്യം തന്നെ പ്രതികരണം നടത്തുന്നു, പിന്നീട് അതൊരു കോമൺ ബൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു, പിന്നീട് പരാതി കൊടുത്ത ശേഷം വീണ്ടും പ്രതികരിക്കുന്നു. ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതേ ഇ.പി. ജയരാജൻ സ്വന്തം ബന്ധുക്കൾക്ക് പിൻവാതിൽ നിയമനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചായിരുന്നല്ലോ. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്കറിയാലോ. ഇൻഡിഗോ ഫ്ലൈറ്റിനുള്ളിൽ എന്താണ് ഉണ്ടായെന്ന് ജയരാജൻ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചല്ലോ. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് തനിക്കോ തന്റെ കുടുംബത്തിനോ ഒരു ബന്ധമില്ലെന്ന് ജയരാജൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ. അത് പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞില്ലേ. അതിന്റെ എന്താണ് വിവരം വെളിയിൽ വന്നത്? ജാവദേക്കർ ചുമ്മാ വഴിയെ പോയപ്പോ ഒരു തട്ടുകട കണ്ട് ചായ കുടിക്കാൻ കയറിയതാണ് എന്ന് ജയരാജൻ പറഞ്ഞില്ലേ. നോക്കൂ, എന്തൊക്കെ നിങ്ങൾ തലതിരിച്ചു പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഇ.പി. ജയരാജൻ നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ദിവസവും അതാക്കിയിട്ടുണ്ട്. അതിനി പിണറായി വിജയനെതിരായിട്ടുള്ള ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമാണോ, അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ.പി. ജയരാജന് ഇലക്ഷൻ സ്റ്റാർ ആവുക, ഇലക്ഷൻ ഡേ സ്റ്റാർ ആവുക എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണോ ചെയ്യുന്നത്? നിങ്ങൾ ജയരാജനോട് ചോദിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, DC-യെ പോലെ ഒരു പ്രസാധകർ
സ്വാഭാവികമായും അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവുമല്ലോ. ഇ.പി. ജയരാജൻ പറയാത്ത കാര്യങ്ങൾ ഇ.പി. ജയരാജൻ എഴുതി അല്ല, അവിടെയാണ് നമ്മുടെയും പ്രശ്നം വസന്ത്. ഈ പ്രശ്നമൊക്കെ ഇത്രയും ഉണ്ടായിട്ടും ആ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനം സ്വാഭാവികമായി പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എഴുത്തുകാരനുമായി കരാർ ഒപ്പിടുമല്ലോ. ആ കരാർ ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് പൂർണ്ണാർത്ഥത്തിൽ DC-യുമായി ഞാൻ കരാറിൽ എത്തിയിട്ടില്ല എന്ന് ഇ.പി. പറയുന്നുണ്ട്. അപ്പോൾ അതിൽ DC-യുടെ വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ അതിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരാം വസന്ത്. അതിൽ ഞാൻ മറുപടി എടുക്കാം. അതിന് മുൻപ് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇനി 15 മിനിറ്റ്. ശരി, അത് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച വിഷയം, ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇത്തവണ പ്രിയങ്കയ്ക്കും ആവർത്തിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ തവണത്തെ MP അതൊന്നും അവിടെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതും UR പ്രദീപിന്റെ ഭാര്യയ്ക്ക് തന്നെ ഈ റോഡൊന്ന് പണിത് കിട്ടിയാൽ മതി എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്നതും അതുകൊണ്ടായിരിക്കും. ഇനി ഒരു 10 സെക്കൻഡ് കൂടി ജയരാജന്റെ കാര്യത്തിൽ, ഇ.പി.യുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞത് കട്ടൻ ചായയും പരിപ്പുടയും എന്ന് പറയുന്ന പേര് ഇട്ട് ഞാൻ തന്നെ എന്നെ അവഹേളിക്കുമോ എന്നുള്ളതാണ്. ഒരു കാലത്ത് സഖാവ് CK ശശീന്ദ്രൻ അറിയാം, ഒരു കാലത്ത് കട്ടൻ ചായയും ഈ പറയുന്ന പരിപ്പുട എന്നൊക്കെ പറയുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർ കടന്നുപോയ ജീവിതാവസ്ഥകളുടെ പ്രതിഫലനമായിരുന്നു. ഇന്ന് അത് ഇ.പി. ജയരാജനെ പോലെ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അതൊരു അവഹേളനമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞാൽ നന്നാവും. ശരി, ശ്രീ കൃഷ്ണദാസ്, ഞാൻ വരാം. അതിന് മുൻപ് ആ വിഷയത്തിൽ ഞാൻ ശ്രീ ലാലിന്റെ കൂടി ഒരു പ്രതികരണം എടുക്കട്ടെ. ശ്രീ ലാൽ, ഈ പറഞ്ഞ തരത്തിൽ ഇങ്ങനെയൊരു വിവാദം വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് ആധികാരികമായ ചില വിവരങ്ങളാണ്. സ്വാഭാവികമായും ഇ.പി. അദ്ദേഹത്തിന്റെ വെർഷൻ വളരെ ക്ലിയർ ആയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം വരുന്ന വാർത്തയാണ് അദ്ദേഹം DC-ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതിലൊരു മറുപടി തരേണ്ടത് DC-യാണ്. DC-ക്ക് അത് വളരെ എളുപ്പം സാധിക്കും. അങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ മാത്രം മതി. വസന്ത് പറയുന്നത് പോലെ ഇത്ര വലിയ വർഷത്തെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനം അതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ ഈ ഇത്ര സമയം കഴിഞ്ഞിട്ടും? അതെ, അത് അസിദ്ധ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. നോക്കൂ, ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ഒരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകത്തിന്റെ പബ്ലിഷിങ്ങുമായി ബന്ധപ്പെട്ട് DC പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു എഗ്രിമെന്റ് വളരെ ഡെഫിനറ്റ് ആയിട്ട് അവരിൽ കാണും. ഇന്ന് ഇ.പി. ജയരാജൻ പറയുന്നത് എന്താണ്? ഇ.പി. ജയരാജൻ പറയുന്നത് അദ്ദേഹം പബ്ലിഷറെ തീരുമാനിച്ചിട്ടേ ഇല്ല എന്നാണ്. അദ്ദേഹം ആ പബ്ലിഷറെ തീരുമാനിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. നോക്കൂ, എന്റെ ആത്മകഥയ്ക്കകത്ത് ഞാൻ എഴുതുമ്പം ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനു മേളിലായി ഒന്നുമില്ല. കാര്യം ഞാൻ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതല്ല, ഇത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിബട്ട് ചെയ്യാൻ ഞാനോ അസിതയോ മറ്റാർക്കും അതിനകത്ത് അവകാശമില്ല എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഇ.പി. ജയരാജൻ പറയുന്നത് കള്ളമാകാം. എപ്പം DC പറയുകയാണ് ഞങ്ങൾ ഇവരുമായി ഒരു എഗ്രിമെന്റിലെത്തി, ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഡോക്യുമെന്റ്, ഈ PDF ഫയൽ അല്ലെങ്കിൽ ഈ ഫയല് അദ്ദേഹം ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത്ര രൂപ തിരിച്ച് അദ്ദേഹത്തിന് ഈ എഗ്രിമെന്റിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു വസ്തുതാപരമായ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ ഈ പറയുന്നതിന് ന്യായമുണ്ട്. അല്ല എങ്കിൽ DC-ക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ, DC-ക്ക് പൂർണ്ണമായി ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇ.പി. ജയരാജന് തീരെ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറയണോ? കാര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതുമ്പം ഇപ്പൊ നോക്കൂ, നമ്മൾ ഇപ്പൊ ഇലക്ഷൻ ഡേ അല്ലാന്നിരിക്കട്ടെ, ലെറ്റ് us take that it is not an election day, അങ്ങനെ എടുക്കുക. അങ്ങനാണെങ്കിലും ഈ കാര്യം അദ്ദേഹം പബ്ലിഷ് ചെയ്യുമ്പം ഈ കണ്ടന്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമെന്ന്. കാര്യം ഈ കണ്ടന്റ് ആണ് വരുന്നതെങ്കിൽ, അപ്പൊ ഈ കണ്ടന്റ് ആണ് ഈ പറയുന്നതിനെ ബെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അപ്പൊ ഇലക്ഷൻ ഡേ അല്ലായിരുന്നെങ്കിൽ ഇതിനെ ബെയർ ചെയ്യുമായിരുന്നു? ഇല്ല. അപ്പൊ അദ്ദേഹം ഇത് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹം എവിടെ ആശയമായി ഉറച്ചു നിൽക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ അതിനെ കാണാൻ. നമ്മൾ ഒരാളെ നമുക്ക് ബിലീവ് ചെയ്യാനും ഡിസ്ബിലീവ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഡിസ്ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. ഒബ്വിയസ്ലി വസന്ത് ചെയ്യുന്ന ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞ പൊളിറ്റിക്കലി മാത്രമല്ല ഞാൻ എന്നെ സംസാരിക്കുന്നു. ഇപ്പൊ ഒരു ഇലക്ട്രൽ ഡേയിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അല്ലെ BJP പറയുന്നു CPM-ന് ക്ഷീണം ഉണ്ടായി, യഥാർത്ഥത്തിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ആയുധമായി ചിലപ്പം അത് ഉപയോഗിക്കപ്പെടുമായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ പോളിംഗ് കഴിഞ്ഞു, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും കോട്ടവും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇച്ചിരൂടെ വസ്തുതാപരമായ ഒരു വിലയിരുത്തലിന് ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. അതേ സ്ഥാനത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഇ.പി. ജയരാജൻ ഇത് കൊടുക്കുകയും അദ്ദേഹം സമൂഹത്തിനോട് കള്ളത്തരം പറഞ്ഞതാണെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ആണല്ലോ വരാനുള്ള സാധ്യത മാത്രം. ഇനി അതിനകത്ത് രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത്. ഒന്നിൽ DC-ക്ക് ഒരു റൈറ്റും ഇല്ലാതെ DC മോശമായ രീതിയിൽ ഇടപെട്ടു. അല്ല എങ്കിൽ ഈ പറയുന്ന ഇ.പി. ജയരാജൻ നമ്മളോട് കള്ളത്തരം പറഞ്ഞു. രണ്ടായാലും അതിന് കോൺസിക്വൻസ് ഉണ്ട്. അത് ഇന്നത്തെ ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്ന ഒരു വിഷയമല്ല.
ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആ ഡെവലപ്പ് ചെയ്യുന്ന ഇത് സബ്സിക്വന്റ് ഡെവലപ്മെന്റിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പം അറ്റ് ദിസ് പോയിന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇ പി ജയരാജനെ ബിലീവ് ചെയ്യുന്നു. കാര്യം ഇ പി ജയരാജന്റെ ആത്മകഥ ആയതുകൊണ്ട് ആണ് അത് ഞാൻ പറയുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നതിനകത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഞാൻ ഡി സിയുമായി ഇങ്ങനൊരു വിഷയം സംസാരിച്ചിട്ടില്ല, ഞാൻ പബ്ലിഷറെ തീരുമാനിച്ചിട്ടില്ല എന്നൊരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല വസന്ത് ഒരു കാര്യം പറഞ്ഞുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ഡിസ്ബിലീവ് ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയുമല്ല. കാര്യം അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ശരി. ശ്രീകൃഷ്ണദാസ്, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു താങ്കൾ, പ്രത്യേകിച്ച് വയനാട്ടിൽ. നോക്കൂ, നേരത്തെ ഇവിടെ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വയനാട്ടിൽ ചർച്ചയായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വയനാട് ദുരന്തമുണ്ടായ സമയത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലായിരുന്നു. അവിടെ കേന്ദ്രം എന്തു ചെയ്തു? പ്രധാനമന്ത്രി വന്ന് ഈ പറഞ്ഞ തരത്തിൽ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഫോട്ടോ സ്റ്റാൻഡൊക്കെ നടത്തി പോയതിനപ്പുറം എന്ത് ചെയ്തു കേന്ദ്രം എന്ന ചോദ്യം ഈ പ്രചാരണത്തിലുടനീളം അവിടെ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അത് BJP ബാധിക്കാതിരിക്കുമോ വയനാട്ടിൽ? ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പും വ്യാജ വാർത്തകളും എന്നുള്ള ഹെഡിങ്ങിനെ കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി നൽകുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പണം, ഈ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള പണം, ആകെ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള പണം, ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക്, ആ ഫണ്ടിൽ നിന്നുള്ള തുകക്ക് അപ്പുറത്തേക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകയായി സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ഫണ്ടിന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു തുക ചെലവഴിച്ചതായി സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കുണ്ടോ? കൃഷ്ണദാസ്, വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപാണല്ലോ ആ പണം കൊടുത്തത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന കേന്ദ്രവിഹിതം സ്ഥിരമായി. അത് വയനാട് ദുരന്തത്തെ മുൻകൂട്ടി കണ്ടല്ലോ നിങ്ങൾ കൊടുക്കുക. അതവിടെ നിൽക്കട്ടെ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സമയമില്ലാത്തതുകൊണ്ടാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം എന്ത് നിലപാടെടുക്കുന്നത് ചോദ്യമല്ലേ? എന്തിനാ സമയം കളയുന്നത്? എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ എന്റെ ഉത്തരത്തിന്റെ ഒപ്പം തന്നെ രണ്ടും പറഞ്ഞത്. അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന തുക, സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള തുക, അതിൽ നിന്നുള്ള തുകയല്ലാതെ ഏതെങ്കിലും ഒരു തുക സംസ്ഥാന സർക്കാർ കൂടുതലായി ചെലവഴിച്ചതിന്റെ കണക്കുകൾ ഉണ്ടോ, പുറത്തുവിട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ള തുക, അതിനെ സംബന്ധിച്ച് എത്ര വിവാദങ്ങൾ വന്നിരിക്കുന്നു, കണക്കുകളെ സംബന്ധിച്ച്, പൊരുത്തക്കേടുകളെ സംബന്ധിച്ച്. അതെല്ലാം വരട്ടെ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, അതോറിറ്റി സ്ഥിരമായി കൊടുക്കുന്ന തുക അത് മതിയോ ഇതുപോലൊരു ദുരന്തത്തെ മറികടക്കാൻ എന്നൊരു ചോദ്യമില്ലേ? വയനാട് ദുരന്തം ഉണ്ടാകുന്ന അതേ ഘട്ടത്തിൽ തന്നെ കോഴിക്കോടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ചില മേഖലകളിൽ. അപ്പോൾ അവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടേ? അവിടെ നിരവധി കുടുംബങ്ങളെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ രണ്ട് ഗവൺമെന്റുകളും തമ്മിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളോ നടക്കട്ടെ. ദിവസമാണ്. എന്താ ഇങ്ങനെ അസത? ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞ കള്ളം പ്രചരിപ്പിക്കരുതെന്ന്. അങ്ങനെ വയനാട്ടിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ കൊടുക്കാനായിട്ട്? ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയത് സ്റ്റേ ചെയ്ത് കിടക്കല്ലേ ഹൈക്കോടതിയിൽ? നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയുന്നത്? അതവിടെ നിൽക്കട്ടെ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇനി നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഏതാണ്? പാലക്കാട് തെരഞ്ഞെടുപ്പാണ്. എന്താ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രചരണ വിഷയം? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് നിന്നതാവട്ടെ എന്തുമാകട്ടെ, ഫലം എന്താണ്? കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും ഇപ്പോഴുള്ള തുടരുന്ന ഗവൺമെന്റ് ആണെങ്കിലും, പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നതുകൊണ്ട്, അത് PFI ആണെങ്കിലും SDPI ആണെങ്കിലും അങ്ങനെയുള്ള സംഘടനകളുമായി ചേർന്നതുകൊണ്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അത് സഞ്ജിത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നടന്നിട്ടുള്ള കൊലപാതകങ്ങൾക്ക് മുഴുവൻ ആളുകൾക്ക് ഒത്താശയും അതിന്റെ പ്രതികൾക്ക് ഒത്താശയും എല്ലാം ചെയ്തിട്ടുള്ള ഗവൺമെന്റിൽ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ പ്രതിനിധിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ വോട്ടുകളുടെ പ്രതിഫലിക്കാതിരിക്കുമോ? അതിനനുകൂലിക്കുന്നവരും അതിനെ പ്രതികൂലിക്കുന്നവരും അതിനോടൊപ്പം നിൽക്കുന്നവരും ഒക്കെ അതിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവരും ഒരു മണ്ണായത് മാറാൻ വേണ്ടി പോവുകയല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം,
ഈ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ഒപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ വധത്തെ സംബന്ധിച്ചാണെങ്കിലും രഞ്ജി ശ്രീനിവാസന്റെ മരണത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ള ഈ തുടർച്ചയായിട്ടുള്ള ഈ തീവ്രവാദ സംഘടനകളുടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും അതെല്ലാം പാലക്കാട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചർച്ച ചെയ്യപ്പെടുന്നത് മണ്ണായി മാറിയിരിക്കുകയാണ് പാലക്കാട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ജനങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു പ്രതികരണവും അവരുടേതായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് UDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? UDF കഴിഞ്ഞ തവണ ജയിച്ചത് ശ്രീ ഷാഫി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ശ്രീ E. ശ്രീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജയിക്കാനുള്ള ജയസാധ്യത കൂടി വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ LDFന്റെ ഏതാണ്ട് 13,000 അവസാന നിശ്ചയത്തിൽ തർക്കിക്കാൻ സമയമില്ല. എന്റെ തന്നെ ഒരു മറ്റൊരു ചർച്ചയിൽ ഞാൻ ഇതിന്റെ കണക്കുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CPM വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ നിന്ന് വേണം പോകാൻ. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കണ്ണാടിയിലെ ഒരു ബൂത്തിലും CPM-ന് വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ കുറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് CPM കണ്ണാടിയിൽ കുറഞ്ഞില്ലോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ട 10,000-ലധികം വരുന്ന വോട്ടുകൾ നിങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ശരി, അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ മത്സരിക്കുന്നത്. അതവിടെ ഉണ്ടാകട്ടെ. ശ്രീ ശശീന്ദ്രൻ, നോക്കൂ, ഏറ്റവും അവസാന മിനിറ്റുകളിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പോയിന്റ് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെയാണ് ഈ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടെ പണം പിടികൂടിയത്. 25 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു അത് എന്ന ആദ്യഘട്ടത്തിൽ വരുന്നു. പിന്നീട് കണ്ടെത്തുന്നത് 20 ലക്ഷം രൂപ. ഇന്നലെ PV അൻവർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പോലും ലംഘിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുന്നു. CPIM-നെതിരെ ആരോപണം ഉന്നയിക്കുന്നു, CPM-ന്റെ പണമാണ് എന്നുള്ളത്. ഇന്ന് കൈരളി മറ്റൊരു ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിന് മുൻപ് അൻവറിന്റെ സഹായി അൻവറിനോട് വന്ന് ചെവിയിൽ പറയുന്നത് ആ പണം മുഹമ്മദ് റിയാസിന്റേതാണെന്ന് പറയാൻ മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ പണത്തിന് പോലും മുഹമ്മദ് റിയാസിന്റെ തലയിൽ കൊണ്ട് വെക്കാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ മറ്റൊരു VD സതീശന്റേതാണ് എന്നാണ് എന്റെ ഓർമ്മ. EP ജയരാജന്റെ വിഷയം വരുമ്പോൾ പോലും EP ജയരാജനെ മാറ്റുന്നത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണ് എന്നുള്ള ദുർബലമായ വാദം ഉന്നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേർന്നൊരു ഗൂഢാലോചന CPM-നെതിരെയും ചില നേതാക്കൾക്കെതിരെയും ഉണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ CPM-നെതിരെ ഒറ്റതിരിച്ചാക്രമിക്കാനും വളഞ്ഞിട്ടാക്രമിക്കാനും വലിയ രീതിയിലുള്ള ഒരു പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു പാർട്ടി ശൈലി അനുസരിച്ച് ഞങ്ങളുടെ പാർട്ടി CPM മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മേലെയുള്ളവരെ, നേതൃത്വത്തിലുള്ളവരെ അവഹേളിക്കണം, ആക്രമിക്കണം, അവരെ മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള ശൈലി കുറേ കാലമായി കേരളത്തിൽ തുടരുകയാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇത് ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. വിമോചന സമരം 1957 ഗവൺമെൻറ്റിനെതിരെ അമേരിക്കക്കാരുടെ കാശും മേടിച്ച് വിമോചന സമരം നടത്തിയ ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാർ, അതുപോലെയുള്ള ആൾക്കാർ. RSS ഒരു കാര്യം പറഞ്ഞു ഇവിടെ, RSS-നെയും SDPI-നെയും രണ്ട് വർഗീയ ശക്തികളെയും ഒരേപോലെ കാണുന്നവരാണ് ഞങ്ങൾ. രണ്ടും ശരിയല്ല എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ട് RSS-കാർ എത്ര CPM പ്രവർത്തകരെയാണ് ഈ കേരളത്തിൽ കൊല ചെയ്ത് നമുക്കൊക്കെ അറിയാമല്ലോ. എൻ്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. RSS ഹൈന്ദവ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ മോചനം ഹിന്ദുവിലൂടെ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണ രീതിയാണ് RSS സംഘടിപ്പിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നവരാണ് SDPI-ക്കാർ. രണ്ടും രാജ്യത്തിന് ആപത്താണ്. രണ്ടിനെയും ഒറ്റപ്പെടുത്തുന്ന മതേതര നിലപാടാണ് CPM ഉയർത്തിപ്പിടിക്കുന്നത്. അവിടെ ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയക്കുറവുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ, വയനാട് തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നൊരു സവിശേഷത, UDF-ന് വോട്ട് കുറയും, BJP-ക്ക് വോട്ട് കുറയും, LDF-ന് വോട്ട് കൂടും. ഈ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുക. അത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പരസ്യമായൊരു ജനതയെ അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുള്ള പ്രതിഷേധമുണ്ട്. അവരുടെ വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും നടത്താത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. മറ്റ് രണ്ട് മുന്നണിക്കും രാഷ്ട്രീയമായിട്ട് പുറകോട്ട് പോകും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് വസന്ത് ശ്രീയേക്ക, ലാൽകുമാർ PK, കൃഷ്ണദാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ കുറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.